അറ്റൻഡൻസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഡ്യൂറിങ് ക്രീപ്പ് അതാണ് നോക്കുന്നുണ്ടായത് അല്ലേ. ക്രീപ്പായിരുന്നു നമ്മൾ ടോപ്പിക്ക്. അതിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് നോക്കുന്നുണ്ടായത്. അപ്പോൾ 3 സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് അല്ലേ. The rate at which creep deformation takes place is the result of changes in internal structure of the material. മെക്കാനിസം ഓഫ് ക്രീപ്പ് അല്ലെങ്കിൽ ക്രീപ്പ് മെക്കാനിസംസ് നമ്മൾ ഓൾറെഡി നോക്കി. ഒരു 4 ടൈപ്സ് മെക്കാനിസംസ് ഉണ്ട് അല്ലേ. വേക്കൻസി ഡിഫ്യൂഷൻ ഉണ്ട്, ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് ഉണ്ട്. അതൊക്കെ മെക്കാനിസമാണ്. സെയിം ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസിലും വരുന്നത്. അതുകൂടാണ്ട് വേക്കൻസി ഡിഫ്യൂഷൻ ഉണ്ട്, ഡിസ്ലൊക്കേഷൻ ഉണ്ട് അല്ലേ. ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് ഉണ്ട്, ക്രോസ് സ്ലിപ്പ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് മെക്കാനിസം ഓഫ് ക്രീപ്സ് നമ്മൾ നോക്കിയതാണ്. അതൊരു സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണത്, മെക്കാനിസം ഓഫ് ക്രീപ്പ്. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറൽ ചേഞ്ചസ് ഡ്യൂറിങ് ക്രീപ്പ്. എങ്ങനെയാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ. ഫസ്റ്റ് വൺ ഈസ് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് ന്യൂ സ്ലിപ്പ് സിസ്റ്റംസ് വിൽ ബിക്കം ഓപ്പറേറ്റീവ്. അറിയാം, സ്ലിപ്പ് ഉണ്ടാവാനുള്ള കുറേ പ്ലെയിൻസ് ഉണ്ട്, കുറേ സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് അത് ഫസ്റ്റ് മൊഡ്യൂളൊക്കെ. കുറേ സ്ലിപ്പ് പ്ലെയിനുകളും സ്ലിപ്പ് സിസ്റ്റം ഉണ്ടാവും ആക്റ്റീവ് ആയിട്ടുള്ള. അപ്പോൾ ഈ പ്ലെയിൻസിലൊക്കെ എന്താ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് കൂടുതലായിട്ട് ഇതുപോലുള്ള സ്ലിപ്പ് പ്ലെയിൻസിലാണ് ഉണ്ടാകുന്നത്. Okay, so usually at a normal temperature there will be, for different crystal structure, there will be different slip systems or different slip planes which are operative. Okay, so slip under higher temperature conditions occur on many slip planes for small slip distances. പക്ഷേ നമുക്കറിയാം ക്രീപ്പ് ഒരു ഹയർ ടെമ്പറേച്ചറിലാണ് ക്രീപ്പ് എന്നുള്ളൊരു ഫെനോമിനൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ ഒരുപാട് സ്ലിപ്പ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരുപാട് സ്ലിപ്പ് പ്ലെയിൻസിൽ സ്മോൾ ഡിസ്റ്റൻസ് സ്ലിപ്സ് ഉണ്ടാവും. ഓക്കെ, അറ്റ് ഹയർ ടെമ്പറേച്ചർ. നോർമൽ ടെമ്പറേച്ചറിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചറിൽ അത് ഉണ്ടാവില്ല. പക്ഷേ അറ്റ് ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 0.5 ടൈംസ് ദി മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ. അതുപോലെ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ആണ് ഈ ഡിപ്പെൻഡ് ഓൺ മെറ്റീരിയൽ ആണ് ഈ ടെമ്പറേച്ചർ പറയുന്നത്. ഒരു ഹയർ ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ ഒരു ഹയർ ടെമ്പറേച്ചർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ സ്ലിപ്പ് പ്ലെയിൻസിലൊക്കെ ഇതുപോലെ സ്ലിപ്സ് ഉണ്ടാവും, സ്മോൾ ഡിസ്റ്റൻസിലേക്ക് സ്ലിപ്പ് ഉണ്ടാവും. ഓക്കെ, അറ്റ് ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ ദീസ് സ്ലിപ്പ് സിസ്റ്റംസ് വുഡ് നോട്ട് ബി ഓപ്പറേറ്റീവ്. ഓക്കെ, but at higher temperatures these dislocation can climb and join each other, and this joining facilitates a steady flow of new dislocation from many sources. Higher temperature എന്താ സംഭവിക്കുന്നത്? These slips which are moving in small distance, or small slip distance like moving these slips, they can join, they will annihilate each other, and they will form a separate they will join each other, which will facilitates a steady flow of new dislocation from different sources. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സോഴ്സസ് നിന്നുള്ള സ്ലിപ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു പുതിയ സ്ലിപ്പ് മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ അപ്പോൾ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഉണ്ടായി, അപ്പോൾ അവിടെ ഒരു ഡിഫോർമേഷൻ സംഭവിച്ചു. അങ്ങനെയാണ് ഈ ഡിസ്ലൊക്കേഷൻ വഴിയാണ് നമുക്ക് അവിടെ ക്രീപ്പ് ഉണ്ടാവുന്നത്, ക്രീപ്പ് സ്ട്രെയിൻ. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ചേഞ്ച് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. സെക്കൻഡ് ടൈപ്പ് ഈസ് കോൾഡ് സബ്ഗ്രെയിൻ ഫോർമേഷൻസ്. ചില ഇൻ സം particular condition there will be subgrain formation happening in the materials. So അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പോളിഗണൈസേഷൻസ് എന്നാണ് പറയുന്നത്. So how it is happening, like in some certain mechanical working conditions like cold working of a material, we may bend the material അല്ലേ. നമ്മൾ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ നമ്മൾ ബെൻഡ് ചെയ്യും അല്ലേ. So bending of crystals result in the formation of excess dislocation of the same side. ഇപ്പോൾ ഡിസ്ലൊക്കേഷൻ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആവുക. നമ്മളിപ്പോൾ പോസിറ്റീവ് ക്ലൈംബ് നെഗറ്റീവ് ക്ലൈംബ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ സെയിം സൈനിലെ എക്സസ് ഡിസ്ലൊക്കേഷൻസ് ഈ ബെൻഡിങ് സമയത്ത് ഉണ്ടാവും. സോ ബെൻഡിങ് പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം അതിനെന്താണ് അനീലിംഗ് ചെയ്യും, പ്രോസസ് ചെയ്യും അല്ലേ. കോൾഡ് വർക്കിംഗ് ശേഷം നമ്മൾ അനീലിംഗ് പ്രോസസ് ചെയ്യും. അനീലിംഗിൽ 3 സ്റ്റേജ് ഉണ്ട്: റീകവറി, റീക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. പുതിയ ഗ്രെയിൻ ഗ്രോത്ത് ഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ വെൻ ദിസ് ബെൻഡ് ക്രിസ്റ്റൽ ഈസ് അനീൽഡ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്, dislocation can climb, or dislocation climb can occur readily. As a result, the crystal will break down into a number of closely related small perfect crystal segments. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഒരു ഫിഗർ വരച്ച് കാണിച്ചാണ്. ബെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഡിസ്ലൊക്കേഷൻ റിയലൈൻ ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ, ശരിയല്ലേ. അപ്പോൾ എന്താണ്, അത് ഓർഡർലി അറേഞ്ച്മെന്റ് ആവുന്നുണ്ട് അല്ലേ. അതായത് ഡിസ്ലൊക്കേഷൻ പ്രസന്റ് റാൻഡംലി അലോങ് സ്ലിപ്പ് പ്ലെയിൻസ്. ഇനിഷ്യലി it will be distributed, or it will be arranged randomly along slip planes, have
after this process, it will start ordering themselves into certain segments or certain angles. Okay, certain arrays. Okay, so these segments അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ സെഗ്മെന്റ് ആയിട്ട് അത് അറേഞ്ച് ചെയ്യും. ദീസ് ഡിസ്ലൊക്കേഷൻസ് റീഅറേഞ്ച് ദംസെൽസ് ഇൻ ടു സർട്ടൻ അറേസ് വിച്ച് ആർ നോൺ ആസ് ലോ ആംഗിൾ ബൗണ്ടറി. അതിനെയാണ് നമ്മൾ ലോ ആംഗിൾ ബൗണ്ടറി എന്ന് പറയുന്നത്. സോ ലോ ആംഗിൾ ബൗണ്ടറീസ് സോ ഡെവലപ്ഡ് ആർ കോൾഡ് സബ് ബൗണ്ടറീസ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ലോ ആംഗിൾ ബൗണ്ടറീസിനെയാണ് വി യൂസ് ടു കോൾ സബ് ബൗണ്ടറീസ്. ആൻഡ് ദി ക്രിസ്റ്റൽ റീജിയൻസ് സെപ്പറേറ്റഡ് ബൈ ദീസ് സബ് ബൗണ്ടറീസ് ആർ കോൾഡ് സബ് ഗ്രെയിൻസ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഗ്രെയിൻ ഉണ്ടാകുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടാവും. സോ ഹിയർ സബ് ബൗണ്ടറീസ് ആർ ഫോംഡ് ഓർ ദീസ് ലോ ആംഗിൾ ബൗണ്ടറീസ് വിച്ച് ആർ ഫോംഡ് ബൈ ദിസ് പ്രോസസ് ആർ കോൾഡ് സബ് ബൗണ്ടറീസ്. സബ് ബൗണ്ടറി ഈ റീജിയണിനകത്തുള്ള ആ ഒരു ഗ്രെയിനിനെ നമ്മൾ പറയുന്നതാണ് സബ് ഗ്രെയിൻസ്. ഓക്കെ, സോ ദിസ് എൻറ്റയർ പ്രോസസ് ഈസ് കോൾഡ് പോളിഗണൈസേഷൻ. So what is happening after this process? Large subgrains are formed at higher temperatures and lower stresses. Okay, അപ്പോൾ ഹയർ ടെമ്പറേച്ചറിലാണ് ഈ ഫെനോമിനൻ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ഹയർ ടെമ്പറേച്ചേഴ്സിൽ ഈവൻ വിത്ത് ലോ സ്ട്രെസ്സസ് there will be a large number of subgrain formation or subgrains formed. Okay, the subgrain boundaries being less regular and less well defined serves as less effective barriers to moving dislocations. ഈ സബ്ഗ്രെയിൻസിന് എന്താണ് പ്രശ്നം? അത് ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. ആക്ച്വലി ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിന് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഡിഫോർമേഷൻ ഇല്ലാതിരിക്കുന്നത് അല്ലെ. ആക്ച്വലി ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് ഡിഫോം ചെയ്യുന്നത് പറയുന്നത്. സോ ആക്ച്വലി ദീസ് സബ്ഗ്രെയിൻസ് ആർ less effective barriers to moving dislocations. So as a result, there will be a continued movement of dislocation. Okay, so it will cause further strain. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്ട്രക്ചറൽ ചേഞ്ച് ഡ്യൂറിങ് ക്രീപ്പ്. ഇപ്പോൾ രണ്ട് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് നോക്കിയത്. ആദ്യത്തത് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പാണ്. സെക്കൻഡ് വൺ സബ്ഗ്രെയിൻ ഫോർമേഷൻ കൊണ്ടുണ്ടാകുന്ന ഡിഫോർമേഷൻ ആണ്. ഓക്കെ, തേർഡ് വൺ ഈസ് ദി ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്. ഓൾറെഡി നമ്മൾ ഒരു ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് മെക്കാനിസം ഓഫ് ക്രീപ്പിൽ നോക്കിയതാണ്. സെയിം സാധനം തന്നെയാണ്. പിന്നെ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ഈസ് ഹീറ്റഡ്, ഗ്രെയിൻ ബൗണ്ടറീസ് ലൂസ് ദെയർ സ്ട്രെങ്ത്. നമ്മൾ പറഞ്ഞതാണ് ഗ്രെയിൻസ് അല്ലെ, പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആകുമ്പോൾ ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടാവും. ഈച്ച് ഗ്രെയിനും അതിന്റെ ചുറ്റിലും ഒരു ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടാവും അല്ലെ. സോ വെനെവർ വി ആർ ഹീറ്റിംഗ് ദി ക്രിസ്റ്റൽ, വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദി atoms near the grain boundaries or atoms forming the grain boundaries will lose their strength. Okay, so the strength of those atoms will be less than the strength of the other atoms present inside the grain. Okay, അപ്പോൾ ഗ്രെയിനിന്റെ അകത്തുള്ള ആറ്റംസിനെക്കാളും സ്ട്രെങ്ത് കുറവായിരിക്കും ഈ ബൗണ്ടറീസ് ഉള്ള ആറ്റംസിന്. Okay, usually it happens above 0.5 times the melting temperature of that particular material. ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ മെറ്റീരിയൽ, സോ അതിന്റെ ഒരു 0.5 times the melting point of that material above ആയിരിക്കും ഈ ഒരു ഫെനോമിനൻ ഹാപ്പൻ ചെയ്യുന്നത്. ആ ടെമ്പറേച്ചേഴ്സ് above 0.5 times T. Grain boundaries act as a low viscosity liquid separating the neighboring grains. So what happens is the grains now the grains can able to slide against each other അല്ലെ. അപ്പോൾ ഈ ഗ്രെയിൻസിന്റെ അല്ലെ ബൗണ്ടറി ലൂസ് ആയി, അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. So thus at elevated or higher temperatures, the grains in a polycrystalline material are able to move relative to each other. So അതിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് അല്ലെ. ഈ ഫിഗറിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഇനീഷ്യൽ അല്ലെ, ബിഫോർ ഫോർമേഷൻ ഓർ ബിഫോർ ദി ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്, അതാണ് ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത്. സോ ആഫ്റ്റർ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് ആണ് സെക്കൻഡ് ഫിഗർ അല്ലെ. സോ ഇനീഷ്യലി ഈ ഒരു കണ്ടീഷനിലായിരുന്നു ഫിഗർ ഉണ്ടായത് അല്ലെ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിന് ഹയർ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിച്ചു, ഗ്രെയിൻ ബൗണ്ടറി അല്ലെ, ഹൈ ടെമ്പറേച്ചറിൽ സംഭവിച്ചു. ഇതാണ് ഗ്രെയിൻ ബൗണ്ടറി അല്ലെ. ഈ കാണുന്ന ഇതാണ് ഗ്രെയിൻ ബൗണ്ടറീസ്. 3 ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട് അല്ലെ. കാരണം അതാണ് ഇവിടെ 1 2 3 ഗ്രെയിൻസ് കാണിച്ചത്. GB12 പറയുന്ന ഗ്രെയിൻ ബൗണ്ടറി 1 2, 1നെയും 2നെയും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണ് GB12. സോ ഗ്രെയിൻ ബൗണ്ടറിയിൽ ഉണ്ടാകുന്ന നോക്കിയേ, അവിടെ എന്താ സംഭവിച്ചു, ഗ്രെയിൻ ബൗണ്ടറിയിൽ ആറ്റംസ് ലൂസ് ആയതുകൊണ്ട് 2 ഗ്രെയിൻസും, ഈ ഒരു ഗ്രെയിനും ഈ 2 എന്നുള്ള ഗ്രെയിനും ഇവിടെ 1 എന്നുള്ള ഗ്രെയിനും തമ്മിൽ എന്ത് സംഭവിച്ചു, അത് അത് റിലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായി. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മളൊരു ടെസ്റ്റ് ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ആഫ്റ്റർ ഡിഫോർമേഷൻ ആ ടെസ്റ്റ് ലൈൻ മാറി ഇതായി നമുക്ക് കാണാം. സോ ദർ മൂവ്മെന്റ് ഈസ് ഹാപ്പൻ ദർ. സോ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് ആണ് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വിച്ച് ഇസ് ഹാപ്പനിങ് ഡ്യൂറിങ് ക്രീപ്പ്. Okay, so it's promoted by increasing the temperature or decreasing the strain rate. അപ്പോൾ ഇൻക്രീസിങ് ഹയർ ടെമ്പറേച്ചറിലാണ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് വരുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്? ഡ്യൂ ടു ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്, metals undergo a transition from
transgranular fracture to intergranular fracture as temperature increases. നമുക്കറിയാം ഫ്രാക്ചറിൽ നമ്മൾ നോക്കിയതല്ലേ, there is transgranular or intragranular fracture. എന്താണ് transgranular or intragranular fracture എന്ന് പറഞ്ഞാൽ ഗ്രെയിനിനെ രണ്ട് ഭാഗങ്ങളാക്കി അല്ലെങ്കിൽ അതിനെ മുറിച്ചുകൊണ്ടുള്ള ഒരു ഫ്രാക്ചറാണ് ട്രാൻസ്ഗ്രാനുലാർ ഓർ ഇൻട്രാഗ്രാനുലാർ ഫ്രാക്ചർ. സോ വാട്ട് ഈസ് ഇന്റർഗ്രാനുലാർ ഫ്രാക്ചർ? ഇന്റർഗ്രാനുലാർ ഫ്രാക്ചർ എന്ന് വെച്ചാൽ രണ്ട് ഗ്രെയിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാക്ചറാണ്. ഗ്രെയിനെ രണ്ടായി മുറിക്കുന്നില്ല അത്, അല്ലെ, അല്ലെങ്കിൽ ഗ്രെയിനെ എഫക്ട് ചെയ്യാണ്ട് ഗ്രെയിനിന്റെ ബൗണ്ടറിയിലൂടെ ഫ്രാക്ചർ മൂവ്മെന്റിനെ നമ്മൾ ഇന്റർഗ്രാനുലാർ. അപ്പൊ രണ്ട് ഗ്രെയിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, ബട്ട് ഇൻ ട്രാൻസ്ഗ്രാനുലാർ ആക്ച്വലി ഇറ്റ് ഈസ് ത്രൂ ദ ഗ്രെയിൻസ്. ഓക്കെ, it is the crack is propagating along the grains. Okay, so എന്താ ഇവിടെ സംഭവിക്കുന്നത്? Due to the grain boundary sliding, metals undergo a transition from this intragranular fracture to intergranular fracture. അപ്പോൾ ഈ intragranular fracture-നെയാണ് നമ്മൾ transgranular എന്ന് പറയുന്നത്. ഓക്കെ, so that is grain boundary sliding. നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് threshold for creep. Threshold for creep. നമുക്കറിയാം creep is happening at is predominant at higher temperatures. At higher temperature, even with a less load condition or with a less amount of stress rate, the creep is predominant or it is happening at high temperatures. Okay, so both temperature and the level of the applied stress influence the creep nature or nature of the creep or creep characteristics. നമുക്കിവിടെ ഒരു ഫിഗർ, ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. സോ ഇത് ഗ്രാഫിൽ എച്ച് ആക്സിൽ ടൈം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വൈ ആക്സിൽ സ്ട്രെയിൻ, അല്ലെ, സ്ട്രെയിൻ റേറ്റ് ആണ് അല്ലെങ്കിൽ ക്രീപ്പ് സ്ട്രെയിൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം, വാട്ട് ഈസ് ദി സ്ട്രെയിൻ റേറ്റ് ഓഫ് ദ ക്രീപ്പ് ഓർ വാട്ട് ഈസ് ദ ക്രീപ്പ് സ്ട്രെയിൻ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഓരോ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ വാല്യൂ കൊടുത്തിട്ടില്ല. ലോവർ ടെമ്പറേച്ചർ കാണിക്കുന്നത് എന്താണ്? T1, T2, T3 കാണിക്കുന്നുണ്ട്, അല്ലെ. അതിന്റെ ലോവർ എന്താണ്? T less than 0.4 TM എന്ന് കാണിക്കുന്നുണ്ട്. സോ TM represents the melting point temperature of that particular material. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ആണ് ഈ ടെസ്റ്റ് നമ്മൾ ചെയ്തത്. സോ 0.4 times TM, that means 0.4 times the melting point of that material. അതിനേക്കാളും കുറവ് ടെമ്പറേച്ചറിന്റെ വാല്യൂ, ടെമ്പറേച്ചർ വരുമ്പോഴുള്ള കണ്ടീഷനാണ് താഴത്തെ ഗ്രാഫ് കാണിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫ്, ഈ ഗ്രാഫ് കാണിക്കുന്നത്, അല്ലെ. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പാരലൽ ടു ദി ടൈം ലൈൻ. എച്ച് ആക്സിസുമായിട്ട് ഓൾമോസ്റ്റ് പാരലൽ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. With increasing the time, there is no change in the creep strain. എത്ര സമയം കൂടുമ്പോൾ, അല്ലെ, ആക്ച്വലി ക്രീപ്പ് എന്താണ്? ടൈമിനനുസരിച്ചിട്ട് വരുന്നല്ല, ഇറ്റ് ഇസ് ടൈം ഡിപ്പെൻഡന്റ് ഫെയിലിയർ, അല്ലെ. ടൈം ഡിപ്പെൻഡന്റ് ഫെയിലിയർ ആണ് ക്രീപ്പ്. സോ ഈവൻ വിത്ത് ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ഓർ ദ പീരീഡ് ഓഫ് ടൈം, there is no change in the creep strain. At what temperature? At temperature below 0.4 times the melting temperature of that particular material. So what is happening at higher temperatures? So when we are increasing the temperature like T1, T2, T3, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? T3 is greater than T2 greater than T1. T3 ആണ് highest. So increasing the temperature, we can see there is a change in the nature of the or characteristics of the graph, അല്ലെ. ടൈമുമായിട്ടുള്ള ക്രീപ്പ് സ്ട്രെയിൻ്റെ ബിഹേവിയർ നമുക്ക് ഡിഫറെൻ്റ് ആണ്, അല്ലെ, വൈൽ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഓർ വൈൽ ഇൻക്രീസിങ് ദി സ്ട്രെസ്. ഇപ്പോൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും സെയിം ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഓർ സ്ട്രെസ് രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് ആണ് കാണിക്കുന്നത്. മീൻസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. എയ്തർ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ് ഓർ എയ്തർ സ്ട്രെസ് ഈസ് ഇൻക്രീസിങ്, ദ എഫക്റ്റ് ഈസ് സെയിം, അല്ലെ. അപ്പോൾ അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിക്കുന്നത്. സോ ദാറ്റ് ഫിഗർ ഷോസ് ദ വേരിയേഷൻ ഓഫ് ക്രീപ്പ് സ്ട്രെയിൻ വിത്ത് ടൈം. അപ്പോൾ നമുക്കിവിടെ 0.4 times TM-ന്റെ മുകളിലേക്ക് നമുക്കറിയാം, അല്ലെ, എന്താ സംഭവിച്ചത്. അതിന്റെ താഴേക്ക് ദ സ്ട്രെയിൻ ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം, അല്ലെ. അങ്ങനെയല്ലേ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എച്ച് ആക്സിസ് ആണ്. So with either increasing stress or temperature, the following things can happen. ഏതൊക്കെയാണ് ഇവിടെ എഴുതിയ യെല്ലോ കളറിൽ നിങ്ങൾ കാണുന്നത്? ഇതൊക്കെ ചെയ്യും. എന്താണ്? either increasing stress or temperature, following will happen. The instantaneous strain at the time of stress application increases. Instantaneous strain at the time of stress application increases. നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ. ഇനീഷ്യലി നോക്കിയാൽ ലോവർ ടെമ്പറേച്ചറിന്റെ സ്ട്രെയിൻ എന്തായിരുന്നു? ഫസ്റ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇതായിരുന്നു സ്ട്രെയിൻ, അല്ലെ, ശരിയല്ലേ? അതായത് ഇത്രയും വാല്യൂ ആണ് സ്ട്രെയിനിലുള്ളത്. ഓക്കെ, ബട്ട് അറ്റ് ടെമ്പറേച്ചർ T1 അതെന്തായി? ആ സ്ട്രെയിൻ റേറ്റ് കൂടിയല്ലേ, അതിന്റെ വാല്യൂ ഇത്രയും കൂടി. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഒരു 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക തൽക്കാലം, അല്ലെങ്കിൽ 0 ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, തൽക്കാലം 1 ആണ്. ഇവിടെ ഉണ്ടായ സ്ട്രെയിൻ ഇത്രയായിരുന്നു,
ഇവിടെ ഉണ്ടായ സ്ട്രെയിൻ എപ്സിലോൺ 1 ആയി. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ഫർദർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ റേറ്റും ഇൻസ്റ്റന്റേനിയസ് സ്ട്രെയിൻ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ, ദ സ്ട്രെയിൻ റേറ്റ് ഈസ് എൻഹാൻസ്ഡ്. Instantaneous strain is more, also the strain rate is enhanced with respect to time. The time to rupture is decreased. നമുക്കറിയാം സ്ട്രെയിൻ റേറ്റ് ഈസ് എൻഹാൻസ്ഡ്. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾക്കിപ്പോൾ ഇത് ഇവിടെ നിന്നൊരു വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രയാണ് സ്ട്രെയിൻ റേറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ടൈം പർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലി ടൈമിൽ ഉള്ള ഒരു ദിസ് ഈസ് ദ സെക്കൻഡ് ലൈൻ, നമ്മളിങ്ങനെ ഓരോ ടൈമിൽ എടുത്തു വിചാരിക്കാം. സോ ദിസ് ഈസ് 1, 2, 3 ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 and 2 നോക്കിയാൽ ഇനീഷ്യലി ഫസ്റ്റ് കേസിൽ അത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സെക്കൻഡ് കേസിൽ ദർ ഇസ് എ ചേഞ്ച് അല്ലെ, സ്ട്രെയിൻ റേറ്റിന് ചേഞ്ച് ഉണ്ട്. ഇവിടെ കാണുന്ന നെഗറ്റീവ് സ്ലോപ്പ് ആണ്, ആക്ച്വലി അത് ഇൻക്രീസ് ചെയ്യാന്ന് ചെയ്യുക. ഫൈനലി ഗ്രാഫിന്റെ ഫൈനലി ഇൻക്രീസിങ് ടൈം ഫൈനലി അത് ഒരു ഫ്രാക്ചറിൽ എത്തുമ്പോൾ അത് ആക്ച്വലി അത് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും ഫൈനലി ഫ്രാക്ചറിൽ വേണ്ട നമുക്ക് കിട്ടുന്ന ക്രീപ്പ് സ്ട്രെയിൻ. സെക്കൻഡ് കേസിൽ എത്തുമ്പോൾ ഉള്ള വാല്യൂ നോക്കി അതും ഇൻക്രീസിങ് ആണ്. ഫർദർ ഇൻക്രീസിങ് ടെമ്പറേച്ചറിൽ അത് കുറച്ചും കൂടി സ്ട്രെയിൻ റേറ്റ് വാല്യൂ കൂടുതലാണ്. സോ ദ സ്ട്രെയിൻ റേറ്റ് ഈസ് എൻഹാൻസ്ഡ്. ദ ടൈം ടു റപ്ചർ ഈസ് ഡിക്രീസ്ഡ്. ടൈം ടു റപ്ചർ ഈസ് ഡിക്രീസ്ഡ്. അതെങ്ങനെ നമുക്ക് നോക്കുന്നത്? ടൈം ടു റപ്ചർ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സി ഇനീഷ്യൽ കേസിൽ ടൈം ടു റപ്ചർ എത്രയായിരുന്നു? ആദ്യത്തെ കേസിൽ ഇവിടെയാണ് ടൈം ടു റപ്ചർ കാണിക്കുന്നത്. സെക്കൻഡ് കേസിൽ നോക്കിയാൽ ടൈം ടു റപ്ചർ കുറച്ച് കുറഞ്ഞു അല്ലെ. ഇനീഷ്യലി ആ ടൈമിന്റെ വാല്യൂ ഇതായിരുന്നു. സെക്കൻഡ് കേസിൽ ടൈമിന്റെ ഓൾമോസ്റ്റ് അത് തന്നെയാണ്, പക്ഷെ കുറച്ച് കുറവായിരിക്കും. തേർഡ് കേസിൽ റപ്ചറിങ് ടൈം എത്രയായിരുന്നു? സോ ഈവൻ ബിഫോർ ദ പ്രീവിയസ് ടൈം ഇറ്റ് ഈസ് റപ്ചറിങ് അല്ലെ. ഈ ഒരു ടൈം കുറെ മുമ്പ് തന്നെ റപ്ചർ ചെയ്തു. മറ്റേ ഹൈ ടെമ്പറേച്ചർ അല്ലെ, ഹൈ ടെമ്പറേച്ചർ കേസിൽ റപ്ചറിങ് ടൈം വളരെ കുറച്ചും കൂടി കുറഞ്ഞു. അപ്പോൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ വിൽ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ദി ഫ്രാക്ചർ അല്ലെ, അല്ലെങ്കിൽ ടൈം ടു റപ്ചർ ഈസ് ഡിക്രീസ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അത് ബ്രേക്ക് ചെയ്തു അല്ലെ, ആ പർട്ടിക്കുലർ മെറ്റീരിയൽ ഫെയിൽ ആയി, ഫ്രാക്ചർ സംഭവിച്ചു. സോ ടൈം ടു റപ്ചർ ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫോർ ക്രീപ്പ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ടെമ്പറേച്ചർ ആൻഡ് സ്ട്രെസ് രണ്ടും കൂടുമ്പോൾ ഈ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മൾ ഈ ഗ്രാഫിൽ നോക്കുന്നത് അല്ലെ. സോ ഇതിന്റെ ബിഹേവിയർ ഓഫ് ദ ക്രീപ്പ് വിത്ത് റെസ്പെക്ട് ടു an increase in temperature and stress, അതാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. സോ അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫോർ ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, so the combination of stress level and temperature at which strain remains constant at the instantaneous deformation level is known as the threshold for creep. The combination of stress level and temperature at which strain remains constant at the instantaneous deformation level is known as creep. അപ്പോൾ ആക്ച്വലി ത്രെഷോൾഡ് ഫോർ ക്രീപ്പിൽ നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചറും സ്ട്രെസ്സും എങ്ങനെയാണ് ക്രീപ്പിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്രീപ്പ് ടെസ്റ്റ്. നമ്മൾ ഓൾറെഡി ക്രീപ്പ് കർവ് നോക്കിയതാണല്ലേ, ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി ക്രീപ്പ് കർവ്. സോ ക്രീപ്പ് കർവ് വി വിൽ ഒബ്റ്റെയിൻ ദ ക്രീപ്പ് കർവ് ആഫ്റ്റർ ഡൂയിങ് എ ക്രീപ്പ് ടെസ്റ്റ്. So the creep curve is obtained from a creep test. ഒരു ക്രീപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കൊരു ക്രീപ്പ് കർവ് കിട്ടുന്നത്. സോ അതിന്റെ പർട്ടിക്കുലർ ക്രീപ്പ് ടെസ്റ്റിന്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കണ്ടക്ടഡ് ടു ഡിറ്റർമൈൻ ദ കണ്ടിന്യൂയിങ് ചേഞ്ച് ഇൻ ദ ഡിഫോർമേഷൻ ഓഫ് മെറ്റീരിയൽസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ വെൻ സ്ട്രെസ്ഡ് ബിലോ ദ yield point. ഓക്കെ, സോ ഈവൻ ബിലോ ദ yield point at higher temperatures, what are the change in the material. So in order to determine that, we are conducting the creep test. So there are 4 variables measured during a creep test. Actually creep test case നമ്മൾ 4 variables measure ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? Stress, strain, temperature and time. Stress, strain, temperature and time are the 4 variables measured during a creep test. The test is carried out at constant temperature by applying a fixed load or stress. Okay, test is carried procedure എന്ന് പറയുന്നത് test is carried out at constant temperature by applying a fixed load or stress, and the induced strain in the specimen is noted at a regular interval of time. എന്താ സംഭവിക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ സ്പെസിമെൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. So there is a fixed load applied.
മീൻസ് ഫിക്സഡ് ലോഡ് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഫിക്സഡ് സ്ട്രെസ് വരുന്നത് അല്ലേ. സോ അറ്റ് എ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വി ആർ മെഷറിംഗ് ദി strain അല്ല induced strain, we are measuring the induced strain at a different time intervals. ഫോർ എക്സാമ്പിൾ ആദ്യം ഒരു 5 മിനിറ്റ്സിൽ 1 മിനിറ്റ് ഉണ്ടാകുമ്പോൾ എന്താണ് സ്ട്രെയിൻ റേറ്റ് മെഷർ നോട്ട് ചെയ്ത് വെച്ചു, 5 മിനിറ്റിൽ നോട്ട് ചെയ്ത് വെച്ചു, 10 മിനിറ്റ്, 15 മിനിറ്റ്സ്, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലിലുള്ള സ്ട്രെയിൻ റേറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. So the load is applied initially for applying a constant load, a dead weight and a system of levers are used. See, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ഫൾക്രം ഉണ്ടാവും, വിത്ത് റെസ്പെക്ട് ഫൾക്രം അതിന് മൂവ് ചെയ്യാം. സോ എ സിസ്റ്റം ഓഫ് ലിവർ ആൻഡ് ഡെഡ് വെയ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ അപ്ലൈങ് കോൺസ്റ്റന്റ് ലോഡ്. ഓക്കെ, ഇവിടെയാണ് സ്പെസിമെൻ ഉള്ളത്. ഇവിടെ ഒരു ഫർണസ് ഉണ്ട്, ബിക്കോസ് വി ആർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഹയർ ടെമ്പറേച്ചർ കൂട്ടുകയും വേണം അല്ലെ. സോ ഇയർ ദർ ഇസ് എ സെറ്റപ്പ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. സ്പെസിമെൻ ഈസ് കെപ്റ്റ് ഹിയർ. അവിടെ സ്വാഭാവികമായിട്ട് കുറെ ഫിക്സ്ചേഴ്സ് ഉണ്ടാവും അല്ലെ, സ്പെസിമെൻ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നിങ്ങൾ ടെൻസൈൽ ടെസ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ, നിങ്ങൾക്ക് അതിന്റെ ലാബ് ഉള്ളതാണ്, നിങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ സെയിം മെത്തഡോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെയിം ലൈക്ക് ഹോൾഡർ സ്പെസിമെൻ ഹോൾഡറാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ തന്നെ എങ്ങനെയാണ് UTM ടെൻസൈൽ ടെസ്റ്റ് നടത്തുന്നത്, സെയിം പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു ഹയർ ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യും ആൻഡ് ഒരു കോൺസ്റ്റന്റ് ലോഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ dead weight and a lever arrangement is there to apply constant load. Okay, so for applying a constant load, dead weight and a system of lever are used. The specimen need to be placed in an electric furnace to provide elevated temperature. At the figure kandole, there is a furnace to the furnace to keep the specimen to create a higher temperature. Now the specimen can be heated to a specified temperature. At the same time, a constant load is applied. The resulting strain in the specimen is measured using a strain gauge or an extensometer. So, നമ്മൾ ഈ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിനെയാണ് നമ്മൾ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഗേജ് ഓർ ആൻ എക്സ്റ്റൻസോമീറ്റർ. സോ ഇനിഷ്യലി നമുക്കറിയാം, ഇനിഷ്യലി നമ്മളെ സ്പെസിമെൻ ഇതുപോലെ ഉണ്ടാവും അല്ലെ. ഇനീഷ്യലി സ്പെസിമെൻ ഉണ്ട്, നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഡയമീറ്ററിലുള്ള ഒരു റോഡാണ് നമ്മൾ സ്പെസിമെൻ എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അത് ഹോൾഡറിൽ ഫിക്സ് ചെയ്തിട്ടാണ് അതല്ലേ രണ്ട് ഭാഗത്തേക്കും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാന്ന്. ഒരു കോൺസ്റ്റന്റ് ലോഡാണ് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ സൈഡിലേക്ക് നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ്, അവിടെ ശരിക്കും നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റൻസോമീറ്റർ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇവിടെ ഘടിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു എക്സ്റ്റൻസോമീറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ട്രെയിൻ ഗേജ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്റ്റൻസോമീറ്റർ. ഓക്കെ, സോ ആഫ്റ്റർ ഇലോങ്ങേഷൻ ഈ ബാർ ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എത്രയാണ് അവിടെ ഉണ്ടായ സ്ട്രെയിൻ നമുക്ക് ഈ എക്സ്റ്റൻസോമീറ്ററിൽ നമുക്ക് അതിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ the resulting specimen is measured using a strain gauge or an extensometer. The test is repeated with 4 or 5 specimen tested under different load at each temperature. ഒരു സ്പെസിമെനിൽ മാത്രമല്ല, ഒന്നിലധികം സ്പെസിമെനിൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും അല്ലെ, അറ്റ് ഡിഫറെന്റ് ലോഡ് അല്ലെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് ലോഡ്സിൽ ഒന്നിലധികം സ്പെസിമെനിൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് a curve is plotted. That curve is called creep curve. ഇതാണ് അതിന്റെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ലിവർ ഫൾക്രം ഡെഡ് വെയിറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. ദർ ഇസ് എ ഫർണസ്, ദർ ഇസ് എ സ്പെസിമെൻ, ദർ വിൽ ബി സ്പെസിമെൻ ഹോൾഡേഴ്സ്. ഓക്കെ, ദർ വിൽ ബി എ ബേസ് പ്ലേറ്റ്. ഓക്കെ, ദർ വിൽ ബി കോളം. ഇത് ലെങ്ത് വൈസ് ആയതുകൊണ്ട് കോളം ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് അതിന്റെ അറേഞ്ച്മെന്റ്. ഇത് എക്സാമിന് ചോദിക്കാം. ക്രീപ്പ് ടെസ്റ്റ്, ഫാറ്റിക് ടെസ്റ്റ് നിങ്ങൾ ഓൾറെഡി നോക്കിയാണ്. സെയിം ക്രീപ്പ് ടെസ്റ്റും ഉണ്ട്. അവിടെയും നമ്മൾ ഫാറ്റിക് കർവ് ഉണ്ട്, ഇവിടെയും ക്രീപ്പ് കർവ് ഉണ്ട്. ഇതൊന്നും മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗറെല്ലാം എല്ലാം ലൈൻ ഡയഗ്രാം ആണ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്രീപ്പിലുള്ളത്. ഇപ്പൊ നോക്കാം, നമ്മൾ നോക്കി അവസാനത്തെ ലാസ്റ്റ് മൊഡ്യൂൾ നോക്കി ഈ 3 ഡിഫറെന്റ് കാര്യങ്ങൾ നോക്കി അല്ലെ. ഫ്രാക്ചർ നോക്കി, ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. അപ്പൊ അതൊക്കെ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഡിഫറെന്റ് ഫ്രാക്ചർ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ്, മെക്കാനിസം ഓഫ് ഫ്രാക്ചർ ഒക്കെ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ഫാറ്റിക് നോക്കി, ടൈപ്സ് നോക്കി, അതിന്റെ മെക്കാനിസം നോക്കി, ഫാറ്റിക് ടെസ്റ്റ് നോക്കി അല്ലെ, എസ്എൻ കർവ് ഒക്കെ നോക്കി, ക്രീപ്പ് നോക്കി, ക്രീപ്പിന്റെയും ഡിഫറെന്റ് മെക്കാനിസം നോക്കി, അതിന്റെയും ക്രീപ്പ് ടെസ്റ്റും ക്രീപ്പ് കർവും നോക്കി. ഓക്കെ, ഈ 3 ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് 3 ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത് വരുന്ന ഒരു ടോപ്പിക് ക്രീപ്പിന്റെ കൂടെ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, വാട്ട് ഈസ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി?
Superplasticity refers to the ability of some metals and alloys such as aluminum and titanium alloys to deform as much as 2000% at elevated temperature and slow loading rates. ചില മെറ്റൽസിൻ്റെ ഒരു the ability of certain metals, അതിനെ നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. Certain metals will behave like a super plastic material. So it is termed as super plasticity. Okay, so like materials like alloys of aluminum and titanium will act as will behave like a super plastic material. എന്താണ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി പറയാനുള്ള കാരണം, at higher temperatures, even at a slow loading rates, they can deform as much as 2000%. അത്രയും കൂടുതലായിട്ട് ഡിഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കറിയാം നമ്മളൊരു അലൂമിനിയം റോഡ് നമ്മൾ സഫീഷ്യൻറ്റ് സ്ട്രെസ് കൊടുത്ത് ലോഡ് കൊടുത്ത് വലിച്ചാൽ നമുക്കറിയാം നമുക്കതിനെ വലിക്കാം അല്ലെ, എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കറിയുന്നതാണ് അല്ലെ. ബിക്കോസ് ഇറ്റ് ഈസ് പ്ലാസ്റ്റിക് അല്ലെ. ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ അലൂമിനിയം റോഡ് വലിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടി അതിനെ എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ശരിയല്ലേ, കുറേയും കൂടി ഡിഫോം ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രാക്ചറിന് മുന്നേ തന്നെ. സോ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ ചില മെറ്റീരിയൽസിന്, അലൂമിനിയം അലോയ്സ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ടൈറ്റാനിയം അലോയ്സ് ആണെന്ന് പറയുന്നത്, അതിൻ്റെ 2000 മടങ്ങ് അല്ലെ 2000% വരെ നമുക്കതിനെ എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത്തരത്തിലെ മെറ്റീരിയലിനെയാണ് നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ആ ഒരു എബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽസ് കോൾഡ് ടേംഡ് ആസ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി. ടു അച്ചീവ് സൂപ്പർ പ്ലാസ്റ്റിക് ബിഹേവിയർ ദ മെറ്റീരിയൽ മസ്റ്റ് പോസസ്, എന്തൊക്കെയാണ് ഒരു സൂപ്പർ പ്ലാസ്റ്റിക് ബിഹേവിയറിന് വേണ്ട കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. ടു അച്ചീവ് സൂപ്പർ പ്ലാസ്റ്റിക് ബിഹേവിയർ ദ മെറ്റീരിയൽ മസ്റ്റ് പോസസ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. എന്തൊക്കെയാണ്, ഏതൊക്കെ കണ്ടീഷൻസ് ആണ് വേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് ദ മെറ്റീരിയൽ മസ്റ്റ് പോസസ് വെരി ഫൈൻ ഗ്രെയിൻ സൈസ്. ഗ്രെയിൻ സൈസ് ഷുഡ് ബി ലൈക്ക് 5 to 10 മൈക്രോമീറ്റർ അല്ലെ, ഫൈൻ ഗ്രെയിൻ സൈസ് ആയിരിക്കണം സൂപ്പർ പ്ലാസ്റ്റിക് ബിഹേവിയറിന്. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഹൈലി സ്ട്രെയിൻ റേറ്റ് സെൻസിറ്റീവ്. ഹൈലി സ്ട്രെയിൻ റേറ്റ് സെൻസിറ്റീവ് പറഞ്ഞാൽ മീൻസ് ഈവൻ നമ്മൾ ചെറിയൊരു സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ അതിൽ വലിയ തോതിൽ സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. അതല്ല ആദ്യം നമ്മൾ ഡെഫിനിഷനിൽ നോക്കിയത് അല്ലെ. സ്ലോ ലോഡിങ് റേറ്റ്സിൽ തന്നെ എന്തുണ്ടാവുന്നുണ്ട്, നമുക്ക് 2000% സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ അത് അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ അതിന് സെൻസ് ചെയ്തിട്ട് അതിന് ഫർദർ അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നത്. തേർഡ് വൺ, എ ഹൈ ലോഡിംഗ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0.5 times TM ഓഫ് ദ മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലോഡിംഗ് കണ്ടീഷനിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഷുഡ് ബി 0.5 times ദ മെൽറ്റിംഗ് പോയിന്റ് ഓർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഓക്കെ, അതാണ് ഒരു കണ്ടീഷൻ. എ ലോ ആൻഡ് കൺട്രോൾഡ് സ്ട്രെയിൻ റേറ്റ്. അതെന്താന്ന് പറയാൻ കാരണം, സ്ട്രെയിൻ സെൻസിറ്റീവ് ആണ് നമുക്ക് പറഞ്ഞു, പക്ഷെ സ്ട്രെയിൻ അൺകൺട്രോൾഡ് ആവരുത് അല്ലെ. അൺകൺട്രോൾഡ് സ്ട്രെയിൻ ആവരുത്, സെൻസിറ്റീവ് ആണ്, പക്ഷെ സ്ട്രെയിൻ റേറ്റ് ഷുഡ് ബി ലോ, ഇൻ ദ ഓർഡർ ഓഫ് 0.01 to 0.001 per second. അത്രയും മൈന്യൂട്ട് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ റേറ്റ് മാത്രമേ ഉണ്ടായിക്കോളൂ. ഓക്കെ, സ്ട്രെയിൻ സെൻസിറ്റീവ് ആണ്, കൺട്രോൾഡ് സ്ട്രെയിൻ റേറ്റും അവിടെ ഉണ്ടാവണം. So deformation mechanisms like grain boundary sliding, grain boundary diffusion, which are operative at elevated temperatures, are responsible for superplastic behavior. Okay, deformation mechanism like grain boundary sliding, നമ്മൾ നോക്കിയതാണ്, grain boundary diffusion ഒക്കെ എന്താണ്, which are operative at, ഇതൊക്കെ സംഭവിക്കുന്നത് ഹയർ ടെമ്പറേച്ചറിലാണ് അല്ലേ. So these are responsible for this superplastic behavior of certain materials. എവിടെയാണ് ഈ സൂപ്പർ പ്ലാസ്റ്റിസിറ്റിന്റെ അപ്ലിക്കേഷൻസ്? ഇമ്പോർട്ടൻ്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി. സോ വാട്ട് ഈസ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി, വാട്ട് ആർ ദ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ഓർ വാട്ട് ആർ ദ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ വൈഡ്ലി യൂസ്ഡ് ഇൻ പ്രോസസ്സസ് ലൈക്ക് thermoforming, blow forming, vacuum forming, deep drawing, etc. for the production of large complex shaped products. Okay, അപ്പോൾ തെർമോഫോമിംഗ്, ബ്ലോ ഫോമിംഗ്, അപ്പോൾ ഇതൊക്കെ ഡിഫറെന്റ് ഫോമിംഗ് ഓപ്പറേഷൻസ് ആണ്. മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷൻ, അതെ നമുക്ക് അറിയാം ഫോമിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊന്നെങ്കിൽ ബ്ലോ ചെയ്തിട്ട് അതിനെ ഫോം ചെയ്യും, മെക്കാനിക്കലി ബൈ ഹാൻഡ് ബ്ലോ ചെയ്ത് നമുക്ക് അതിൻ്റെ ഡിഫറെന്റ് ഫോംസ് ചേഞ്ച് ചെയ്യാം, അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ പ്രസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡൈസ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഫോം ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് ഫോമിംഗ് ടെക്നിക്സ് ആണ് തെർമോഫോമിംഗ്, ബ്ലോ ഫോമിംഗ്, വാക്യൂം ഫോമിംഗ്, ഡീപ് ഡ്രോയിങ് ഒക്കെ. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിങ്ങൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഇതിന്റെ അപ്ലിക്കേഷൻ ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ, വി ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് കോംപ്ലക്സ് ഷേപ്ഡ് പ്രോഡക്ട്സ് ബൈ യൂസിങ് ദീസ്
superplastic ability of that material. Okay. Superplastic forming techniques are adopted also for production of aerofoils in gas turbines from difficult to form superalloys. Okay. ചില അലോയ്സ് ഒക്കെ ഉണ്ട്, ദേ ആർ ഡിഫിക്കൽട്ട് ടു ഫോം. അപ്പോൾ ഈ സൂപ്പർ പ്ലാസ്റ്റിക് ഫോമിംഗ് ടെക്നിക്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ പ്ലാസ്റ്റിക് ഫോമിംഗ് ടെക്നിക്സ് ആണ് ചില ആപ്ലിക്കേഷൻ, അതായത് ടർബൈൻ ബ്ലേഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എയറോഫോയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൂപ്പർ പ്ലാസ്റ്റിക് ഫോമിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ സൂപ്പർ പ്ലാസ്റ്റിസിറ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡിഫറെന്റ് പ്രോസസ് ഉണ്ട്. ദേ ആർ വൈഡ്ലി യൂസ് ഇൻ ദ പ്രോസസ് ലൈക്ക് തെർമോ ഫോമിംഗ്, ബ്ലോ ഫോമിംഗ്, vacuum forming and deep drawing operations. Deep or complex shape can be made as one piece single operation pressing rather than multi-step conventional pressing or multi-piece assemblies. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്നാണ്, നമുക്ക് ഇതുപോലത്തെ കോംപ്ലക്സ് ഷേപ്സ് സിംഗിൾ ഓപ്പറേഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് ഒരു അഡ്വാൻറ്റേജ്. The elevated temperatures required to promote superplasticity also reduce the flow stress of the material and thereby the force requirements. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് വെരി ഹൈ ടെമ്പറേച്ചറിലാണ് അല്ലേ. സോ വെരി ഹൈ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും ഫ്ലോ സ്ട്രെസ് അല്ലെങ്കിൽ ഫ്ലോ സ്ട്രെസ് ഓഫ് ദ മെറ്റീരിയലിന്റെ ഫ്ലോയിങ് ടെൻഡൻസി അല്ലെങ്കിൽ അതിന്റെ വിസ്കസ് നേച്ചർ അല്ലെ കുറവായിരിക്കും അല്ലെ. സോ ഇറ്റ് വിൽ ബി ഈസി ടു ഫ്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് കുറവ് മതി അല്ലെ. ഈ ഷേപ്പിലേക്ക് വരാൻ വേണ്ടി നമ്മൾ നമ്മൾ മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അല്ലെ മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്ത് നമ്മൾ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാണല്ലോ. സോ ഇത് ഹയർ ടെമ്പറേച്ചറിൽ ഒരു പ്രോസസ് ആയതുകൊണ്ട് ഫ്ലോ സ്ട്രെസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിക്വയർമെന്റ് കുറവ് മതി എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. സോ വൺ ഈസ് മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ സൂപ്പർ പ്ലാസ്റ്റിക് ഫോമിംഗ് ഈസ് ദ ഇൻഹെറൻറ്റ്ലി ലോ ഫോമിംഗ് റേറ്റ്സ്. ദിസ് ഈസ് കമ്പൻസേറ്റഡ് ബൈ എലിമിനേഷൻ ഓഫ് ഇവിടെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്താണ്, ഫോമിംഗ് റേറ്റ് ഓഫ് ചേഞ്ചിങ് ഷേപ്പ് ഈസ് വെരി ലോ. ഫോമിംഗ് റേറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഫോമിംഗ് റേറ്റ് എത്രയാണോ ഫോം ചെയ്യുന്ന റേറ്റ് ഓഫ് ഫോമിംഗ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ചിങ് ദ ഷേപ്പ് ഈസ് ലെസ്. പക്ഷെ അത് നമ്മളെ അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ എന്താ സിംഗിൾ പീസിൽ നമുക്ക് കോംപ്ലക്സ് ഷേപ്സ് ഉണ്ടാക്കാം. നമുക്ക് ഫാറ്റിക് ക്രാക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പീസസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വെയിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, ടൂളിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇതൊക്കെയാണ് സൂപ്പർ പ്ലാസ്റ്റിക് ബിഹേവിയറും സൂപ്പർ പ്ലാസ്റ്റിക്കിന്റെ ആപ്ലിക്കേഷനിലും വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. നെക്സ്റ്റ് ടോപ്പിക് കോമ്പോസിറ്റ്സ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. കോമ്പോസിറ്റ്സ് ഇപ്പോൾ ക്രീപ്പിന്റെ ഡിഫറെന്റ് തിയറീസുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത് അല്ലേ. ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ക്രീപ്പ് കർവ്. So creep, the time dependent part of the strain resulting from stress applied continuously over long period of time. അതിനാണ് ക്രീപ്പ് പറയുന്നത്. ക്രീപ്പ് കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സ്ലൈഡിൽ കാണുന്ന, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫാണ് നിങ്ങൾ വരക്കേണ്ടത്. 3 സ്റ്റേജസ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ. ഓക്കെ, എന്നാൽ അറ്റൻഡൻസ് എല്ലാവരും ഒന്ന് തരണേ. ആകാശ് കെ എം, ആകാശ് കെ എം, അഖിലം, അമിത് കെ, അനിരുദ്ധ് സുരേഷ്, കാർത്തിക് കോത്തേരി, കാർത്തിക്,